الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين وبعد. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജമാഅത്ത് മെമ്പർ അല്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിരോധിച്ചുകൊണ്ടും സലഫി പ്രസ്ഥാനത്തെ കടന്നാക്രമിച്ചുകൊണ്ടും ഈയിടെയായി സോഷ്യൽ മീഡിയകളിലും മറ്റും രംഗത്തു വന്നിട്ടുള്ളത് നാം എല്ലാവരും അറിയുന്ന ഒരു വിഷയമാണ്. ഖവാരിജുകളുടെ വേരുകൾ തേടി എന്ന ഈയുള്ളവന്റെ ഒരു പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഖവാരിജുകളുടെ എന്തൊരു ആശയമായിരുന്നോ ഉണ്ടായിരുന്നത്, ആ ആശയത്തെ ആധുനിക കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ സയ്യിദ് അബുൽ അല മൗദൂദിക്കും അതേപോലെ തന്നെ സയ്യിദ് ഖുതുബിനും അവരുടേതായ ചില റോളുകൾ അവർ വഹിച്ചിട്ടുണ്ട്, പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നാം അവിടെ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ലോകത്തിലെ ഇഖ്വാനുൽ മുസ്ലിമൂനിൽ മെമ്പർഷിപ്പ് എടുത്ത മുഴുവൻ ആളുകളും ഖവാരിജുകളാണെന്നോ അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകളൊക്കെ ഖവാരിജുകളാണെന്നോ, ഇനി സയ്യിദ് ഖുതുബോ അതല്ലെങ്കിൽ മൗദൂദി തന്നെയോ മുഅയ്യനായി രണ്ടുപേരും ഖവാരിജാണെന്നോ നാം പറഞ്ഞതിൽ നിന്ന് ഒരിക്കലും അർത്ഥമാക്കേണ്ടതില്ല എന്ന് നാം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ മുഅയ്യനായ വ്യക്തികളെ അത്തരത്തിൽ പറയുക എന്നതല്ല നമ്മുടെ ലക്ഷ്യമൊന്നും. മറിച്ച് പൂർവ്വകാലത്ത് പിഴച്ചുപോയ ഖവാരിജുകളെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ എന്തൊരു ആദർശമാണോ സ്വീകരിച്ചത്, അതേ ആദർശത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നും അവരുടെ ആദർശങ്ങൾ തമ്മിൽ സമാനതയുണ്ടെന്നും അതുകൊണ്ട് വിജയമാഗ്രഹിക്കുന്ന, നന്മയാഗ്രഹിക്കുന്ന, പുണ്യമാഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരം ആളുകളുടെ ചിന്താധാരകളെ ഒഴിവാക്കി യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലേക്ക് വരിക, അതിലൊരു വീണ്ടുവിചാരമുണ്ടാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നും നാം വളരെ കൃത്യമായി പ്രതിപാദിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിഷയങ്ങളെ എത്ര പറഞ്ഞാലും തങ്ങളുടെ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയും പ്രസ്ഥാനത്തിന്റെ അതല്ലെങ്കിൽ അതിന്റെ ആചാര്യന്മാരായ ആളുകൾ മുന്നോട്ട് വെച്ച പിഴച്ച വാദങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയും എത്ര വിഷയങ്ങൾ വിശദീകരിക്കപ്പെട്ടാലും തങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്ന ഭാവേന രംഗത്ത് വരികയും തങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല എന്ന ഭാവേന രംഗത്ത് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയതിനു ശേഷവും അതിന് മറുപടി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ആ മറുപടിക്ക് വീണ്ടും ഞാൻ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു കൃത്യമായി. എന്നാൽ അതും അംഗീകരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഈ ഏർപ്പാട് നിന്നുപോകുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് വീണ്ടും അത് മറുപടിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില അബദ്ധജടിലങ്ങളായ ചോദ്യങ്ങൾ, മറുചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഉത്തരങ്ങളെ പ്രതിരോധിക്കാൻ അവർ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വിശകലനം ചെയ്യുകയാണ്. ഒരുപക്ഷെ അവർക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾക്ക്, നിഷ്പക്ഷമായി സത്യം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിഷയങ്ങൾ മനസ്സിലാവണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് നാം ഇത് സംസാരിക്കുന്നത്. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് വെളിച്ചം കാണുന്നില്ല എന്ന് പറയുന്ന ആളുകൾ, ഉണർന്നിരുന്നിട്ടും കണ്ണടച്ച് ഞാൻ ഉറങ്ങുകയാണ് എന്ന് നടിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ നമുക്ക് ഉണർത്താനോ അവർക്ക് പ്രകാശം കാണിച്ചു കൊടുക്കാനോ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. എന്നാൽ അങ്ങനെയല്ലാതെ കണ്ണും കാതും ഹൃദയവും ഉപയോഗപ്പെടുത്തുകയും നിഷ്പക്ഷമായി ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കണം എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ വിശദീകരണം വളരെ വ്യക്തവും അതോടൊപ്പം ശക്തവുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽപ്പെട്ട ഒരു വാദമാണ് സയ്യിദ് ഖുതുബും അതേപോലെ തന്നെ മൗദൂദിയും
അവരുടെ ആദർശങ്ങൾ അതെങ്ങനെയാണ് ഖവാരിജികളുടെ ആദർശവുമായി ഏറ്റുമുട്ടുന്നത് എന്നായിരുന്നു ചോദ്യം. ചോദ്യത്തിന്റെ എന്തൊരു ചോദ്യമാണോ ചോദിച്ചത് കൃത്യമായും വ്യക്തമായും അതിന് തന്നെയാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. എന്നാൽ അപ്പോൾ ഒരു മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ് അതിനെ മറികടക്കാനുള്ള ശ്രമം ഇവിടെ നടന്നിട്ടുള്ളത്. എന്താണത്? മൗദൂദി പിഴച്ച ആളാണെങ്കിൽ, അല്ലെങ്കിൽ സയ്യിദ് ഖുത്ബ് പിഴച്ച ആളാണെങ്കിൽ, അവരുടെ ആദർശം ശരിയല്ലെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ പല നേതാക്കളും അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ സലഫി പണ്ഡിതന്മാരിൽ പലരും അവരെ പ്രശംസിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ സത്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈജ്ഞാനികമായ ഒരു ചർച്ചയിൽ ഇത് കേവലം നമ്മളുടെ നാടുകളിൽ നടക്കുന്നത് പോലെയുള്ള കേവല രാഷ്ട്രീയ ചർച്ചകളല്ലല്ലോ. ഒരാൾ പറഞ്ഞതിന് വേറൊരാൾ മറുപടി പറയുക, അയാൾ പറഞ്ഞതിന് ഇയാൾ മറുപടി പറയുക, ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് അവനവന്റെ മനസ്സമാധാനം ഉറപ്പുവരുത്തുക എന്നതല്ലല്ലോ ഇവിടെ ഉള്ള വിഷയം. ഇവിടെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ വൈജ്ഞാനികമായ ഒരു ചർച്ചയിൽ കൊണ്ടുവരേണ്ടുന്ന എതിർവാദങ്ങൾ വിജ്ഞാനപരമായിരിക്കണം, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളോട് യോജിക്കുന്നതായിരിക്കണം. എന്നാൽ ചിന്തിച്ചു നോക്കൂ, പ്രാമാണികമായും ഇസ്ലാമികമായും അതേപോലെ തന്നെ മനുഷ്യന്റെ മറ്റു മേഖലകൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും, ഒരാളെക്കുറിച്ച് ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളോ നല്ലത് പറഞ്ഞാലും അയാളുടെ തിന്മകൾ അതല്ലെങ്കിൽ അയാളുടെ ആദർശങ്ങൾ പ്രാമാണികമായി തെറ്റാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് ആരൊക്കെ എത്ര നല്ലത് പറഞ്ഞാലും ആ നല്ലതാണ് സ്വീകരിക്കേണ്ടത് എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും വാദിക്കുമോ? കാരണം ഒരാളെക്കുറിച്ച് നല്ലത് പറയുന്നിടത്ത് നിരീക്ഷകന്മാരുടെ നിരീക്ഷണത്തിലെ വ്യത്യാസമനുസരിച്ച് വ്യത്യാസമുണ്ടാകാം. ഒരാൾ ആദ്യം പ്രകടിപ്പിച്ച ആശയമായിരിക്കില്ല പിന്നീട് പ്രകടിപ്പിക്കുക. അപ്പോൾ അയാളുടെ പിഴച്ച വാദങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്ത ആളുകൾ അവർ സംസാരിച്ച നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും അവരെക്കുറിച്ച് നല്ലത് പറയുകയും ചെയ്യാറുണ്ട്. അത് ഭൂമുഖത്ത് സ്വാഭാവികമാണ്. അതേപോലെ തന്നെ ചില ആളുകളുടെ ചില നല്ല വശങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെട്ട ആളുകൾ അതുമാത്രം വെച്ചുകൊണ്ട് അവരെ വിലയിരുത്തും. എന്നാൽ അവർക്ക് മറ്റൊരു മറുവശം ഉണ്ടായിക്കൂടെ? തീർച്ചയായും ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, മരണം വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജിന് വിപരീതമായി പ്രവർത്തിച്ച് പിന്നീട് അഹ്ലുസുന്നയിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. അഹ്ലുസുന്നയിൽ പ്രവർത്തിച്ച് പിന്നീട് അഹ്ലുസുന്നക്ക് പുറത്തേക്ക് പോയ ആളുകളുണ്ട്. അതേപോലെ തന്നെ പുറത്തൊന്ന് പറയുകയും ഉള്ളിൽ മറ്റൊന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല നിലക്കും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളുടെയും ഹഖീഖത്ത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് പറയുന്ന അഭിപ്രായവും ഹഖീഖത്ത് മനസ്സിലാക്കാത്ത സന്ദർഭത്തിൽ പറയുന്ന അഭിപ്രായങ്ങളും അത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രാമാണികമായി ഒരാളുടെ വഴിപിഴവിനെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നാൽ ആ വിശദീകരണത്തിനാണ് അറിവുള്ള ആളുകൾ, വിജ്ഞാനമുള്ള ആളുകൾ, പക്വതയുള്ള ആളുകൾ പ്രാധാന്യം നൽകേണ്ടത്. അതല്ലാതെ അയാളെക്കുറിച്ച് നന്മ പറഞ്ഞതോ അതല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കാതെ എത്ര വലിയ ആളുകൾ തന്നെയാകട്ടെ അവർ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായ കാര്യങ്ങൾക്കല്ല അപ്പോൾ അവിടെ പരിഗണന നൽകേണ്ടത്. മറിച്ച് പ്രാമാണികമായി അവരുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂണ്ടിക്കാണിക്കപ്പെട്ട അബദ്ധങ്ങൾ വാസ്തവവുമായി യോജിക്കുന്നതാണെങ്കിൽ അത് അംഗീകരിക്കുക എന്നതാണ് ഈ വിഷയത്തിലെ പ്രാമാണികമായ നിലപാട്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളോ സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകളോ മൗദൂദിയെ സംബന്ധിച്ചോ സയ്യിദ് ഖുത്ബിനെ സംബന്ധിച്ചോ നല്ലതായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രകടമായ ആ നന്മകൾ അവർ രേഖപ്പെടുത്തി എന്ന് മാത്രം. എന്നാൽ അതിന്റെ അർത്ഥം ഈ പറഞ്ഞ ആളുകളെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിലോ അവരുടെ ആശയങ്ങളിലോ വഴിപിഴവുകൾ ഒരിക്കലും ഉണ്ടാവുക സാധ്യമല്ല. അങ്ങനെ ആര് പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾ അവരെപ്പറ്റി പറഞ്ഞ നല്ലത് മാത്രമേ നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കാവൂ എന്ന് ഈ പറഞ്ഞ പണ്ഡിതന്മാരാരും ലോക ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന് നേരെ വിപരീതമായിട്ടുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളോ സലഫി പ്രസ്ഥാനത്തിന്റെ നേതാക്കളോ വഴിപിഴച്ച ഏതെങ്കിലും നേതാക്കന്മാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് കൃത്യമായ അറിവില്ലാത്ത സന്ദർഭങ്ങളിൽ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് അവരിൽ നിന്ന് കണ്ട പല നന്മകളുടെയും അടിസ്ഥാനത്തിൽ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊന്നും വൈജ്ഞാനികമായ ഒരു ചർച്ചയിലേക്ക് പ്രമാണമായി കൊണ്ടുവരിക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് പാടില്ലാത്തതാണ്. ഒരുപക്ഷെ ജമാഅത്ത് മെമ്പറോ അല്ലാത്ത ഒരു സാധാരണക്കാരനായ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആൾക്ക് ഇതിന്റെ ഉസൂലൊന്നും അറിയില്ല. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു മെമ്പർ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മെമ്പർ പോലും അല്ലാത്ത ഒരു സാധാരണക്കാരനാണ് എന്ന് അയാൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ വിഷയത്തിൽ അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് സമാധാനിക്കാം. എന്നാലും കൃത്യമായി പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കലാണ് സാധാരണക്കാർ ചെയ്യേണ്ട കാര്യം. എന്നാൽ അതിനെതിരെ വീണ്ടും വാളെടുത്ത് രംഗത്ത് വരിക എന്നത് സാധാരണക്കാരായ ആളുകൾക്ക് യോജിക്കുന്നതല്ല. അവർ അസാധാരണമായ ചില സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പലതിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകളായിട്ടേ നമുക്ക് അവരെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, ഏതൊരാളെക്കുറിച്ചും അവർക്ക് പ്രകടമായ ഒരഭിപ്രായം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വീക്ഷണത്തിൽ അവർക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെട്ടത് അവർ വ്യക്തമാക്കിയെന്ന് മാത്രം. എന്നാൽ ആധികാരികമായി അവരെക്കുറിച്ച് പഠിച്ചോ മനസ്സിലാക്കി അവരുടെ ആശയങ്ങളെ തലനാരിയെ കീറി പരിശോധിച്ചുകൊണ്ടോ ആയിരിക്കില്ല അവർ അത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്. എന്നാൽ അങ്ങനെ അഭിപ്രായങ്ങൾ പറയപ്പെട്ട് കഴിഞ്ഞാൽ, പ്രാമാണികമായി അവരുടെ വൈരുദ്ധ്യങ്ങൾ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മടങ്ങി വരിക എന്നതാണ് യഥാർത്ഥത്തിൽ സത്യത്തെ സ്നേഹിക്കുന്ന, നന്മയെ സ്നേഹിക്കുന്ന, പുണ്യത്തെ സ്നേഹിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിലും ധാരാളം സംസാരിച്ചത് കണ്ടു. ആ സംസാരത്തിനൊന്നും അടിസ്ഥാനമില്ല. മൗദൂദിയെക്കുറിച്ചോ സയ്യിദിന കുത്തുബിനെ കുറിച്ചോ അതല്ലെങ്കിൽ പിഴച്ചുപോയ ഏത് നേതാക്കളെ കുറിച്ചോ ആരൊക്കെ എത്ര തന്നെ നല്ലത് പറഞ്ഞാലും അവരുടെ ഗ്രന്ഥങ്ങളിലെ പ്രമാണവിരുദ്ധമായ വിഷയങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെയാണ് നാം അവലംബിക്കേണ്ടത്. അവരെക്കുറിച്ച് ആര് നല്ലത് പറഞ്ഞാലും അതല്ല പ്രമാണം എന്ന് വൈജ്ഞാനികമായ ഒരു ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ആമുഖമായി ഇവിടെ മറുപടി പറയാനുള്ളത്.